പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ യേശുനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ദിവ്യകാരീശോയെ, ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 8ാമത്തെ ദിവസം അങ്ങയുടെ മക്കളായി ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിയുന്ന വലിയ കൃപകളെയോർത്ത്, നിറയ്ക്കുന്ന ദൈവിക ജീവനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് അണയുമ്പോഴൊക്കെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത് അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയാണ്, അങ്ങയുടെ കൃപയാണ്. അതിലേറെ ഈശോയെ അങ്ങ് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് തരികയാണല്ലോ. കൂടെ വസിക്കുന്ന സാന്നിധ്യമായി ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ് ഇമ്മാനുവലായിട്ട് മാറി മനുഷ്യാവതാരം ചെയ്ത ദൈവമാണല്ലോ അവിടുന്ന്. ഈശോയെ, എത്ര പറഞ്ഞാലും എത്ര ചിന്തിച്ചാൽ പോലും മനസ്സിലാകാത്ത കാരുണ്യമാണ് ഈ ദിവ്യ കാരുണ്യത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആ വലിയ കരുണയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവേ, ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന വേദനിക്കുന്ന മക്കളെ ഓർത്ത്, മക്കൾ വഴിപിഴച്ചു പോയി, മക്കൾ അടിമപ്പെട്ടു പോയി, മക്കൾ രോഗത്തെ പെട്ടുപോയി, ഡിപ്രഷനെ പെട്ടുപോയി, പരീക്ഷ തോറ്റു, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് പല പല കെട്ടുകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള്, തോൽവികള്, ഇല്ലായ്മകള്, തടസ്സങ്ങൾ നേരിടുന്ന ഞങ്ങളുടെ മക്കളെയൊക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഇടപെടണം. ഈശോയെ, അങ്ങ് ശക്തി പ്രകടമാക്കണം. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് കർത്താവേ മക്കളെല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ ഉപവാസത്തിലും കർത്താവേ 21 ദിവസം നീണ്ടുനിന്ന ആ പ്രാർത്ഥനയില് അങ്ങ് അതിശക്തമായിട്ട് ഇടപെട്ടതൊക്കെ ഞങ്ങൾ കണ്ടു. കർത്താവേ, ഞങ്ങളും ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറില് ദാനിയേലിനോട് ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ആയിരക്കണക്കിന് മക്കള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ കർത്താവേ അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോ എല്ലാ മക്കളിലേക്കും അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിന്റെ ശക്തി, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ വലിയ ശക്തി അങ്ങ് പ്രകടമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിന് അതിശക്തമായ ഇടപെടലാണ് ഈ ദിവസങ്ങളില് കർത്താവ് നമുക്ക് നൽകുന്നത്. ആഗമന കാലം, ക്രിസ്തുമസിന്റെ കാലം, നോമ്പിന്റെ കാലം, ഒരുക്കത്തിന്റെ കാലം, വളഞ്ഞ വഴികൾ നേരെയാക്കി, പരുപരുത്തുവ മൃദുവാക്കി, കുന്നുകൾ നിരപ്പാക്കി, താഴ്വരകൾ ഉയർത്തി കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന ഈ കാലഘട്ടത്തിൽ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ പ്രാർത്ഥനയും അതിശക്തമാണ് മക്കളെ. കർത്താവ് ഇടപെടും, ഉറപ്പ്. അവിശ്വാസത്തോടെ, അസന്നത്തോടെ കർത്താവെ ഈ മക്കളെ ഓരോരുത്തരെയും, ഞങ്ങളെ ഓരോരുത്തരെയും, അഭിഷിക്തനായ എന്നെയും കർത്താവെ, കാർമൽ മീഡിയ അതിനോട് ചേർന്ന് നിൽക്കുന്ന മക്കളെയും, കാർമൽ ധ്യാന കേന്ദ്രത്തെയും, ഇവിടെ നടക്കുന്ന ധ്യാനങ്ങള്, ശുശ്രൂഷകള് എല്ലാം തന്നെ ഈ വലിയ വിടുതലിന്റെ, വലിയ ശക്തീകരണത്തിന്റെ, വലിയ കൃപയുടെ, ദൈവിക ജീവന്റെ സമൃദ്ധിയുടെ, അങ്ങയുടെ തന്നെ സാന്നിധ്യത്തിന്റെ വലിയ അഭിഷേകമായി മാറട്ടെ, അനുഭവമായിട്ട് മാറട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവേ അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വാഗ്ദാനങ്ങളാണ് നമ്മിൽ കർത്താവ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ ഒരുക്കുന്നു, നമ്മൾ തന്നെ എന്താ പറയാ, നമ്മൾ വിശുദ്ധീകരിക്കുന്നു. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും
പ്രായശ്ചിത്തത്തിന്റെയും ത്യാഗത്തിന്റെയും കണ്ണുനീരിന്റെയും വിലാപത്തിന്റെയും എല്ലാം അവസ്ഥയിൽ നിന്ന് നമ്മുടെ അവസ്ഥകളിലേക്ക് രോഗങ്ങള്, തകർച്ചകള്, ചില അടിമത്തുകള്, പൈശാചിക പീഡകള്, ചില ദൂതന്മാരുടെ തടസ്സപ്പെടുത്തുന്ന സാന്നിധ്യങ്ങള്, ഇതെല്ലാം തകർത്തെറിയാൻ നമ്മൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും മക്കളെ. ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറില്, ഈ പ്രാർത്ഥനയുടെ ദിവസങ്ങളില് ദാനിയേൽ ചെയ്ത ഒരു വലിയ കാര്യത്തെ കുറിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കണം. 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നത്: അവന്റെ വാഴ്ചയുടെ 1-ാം വർഷം ദാനിയേലായ ഞാൻ ജെറമ്യാ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെ കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. അതിന്റെ പ്രവാചകന്മാരിലൂടെ, ദൈവിക മക്കളിലൂടെ, പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ അനേകരിലൂടെ ദൈവം പറഞ്ഞ വചനങ്ങൾ, അരുളപ്പാടുകൾ, ചില ശിക്ഷകൾ, ഇതെല്ലാം ഈ ദാനിയേല് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. നമ്മൾ ഈ ദിവസങ്ങളില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കണം, കൽപ്പനകൾ നമ്മൾ വായിക്കണം, പ്രമാണങ്ങൾ നമ്മൾ വായിക്കണം. മോശ തന്റെ അന്ത്യോപദേശ സമയത്ത് ഇസ്രായേൽ ജനത്തോട് ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ് നിയമപാരായണം. എല്ലാ നിയമങ്ങളും വീണ്ടും വായിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞത്, ഇത് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം, അതിനുവേണ്ടി ഹൃദയത്തെ സംസ്കരിക്കണം. മോശ പറയുന്നുണ്ട് 31-ാമത്തെ അധ്യായത്തില്, ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണെന്ന് പറയാം. ഇത് നിങ്ങളുടെ ജീവനാണ്. നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ജീവനാണ് കർത്താവിന്റെ നിയമങ്ങള്, കർത്താവിന്റെ കൽപ്പനകള്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ. അതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ദാനിയേല് ധ്യാനിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പറഞ്ഞു, ഒരു 10-15 മിനിറ്റ് എങ്കിലും മിനിമം ബൈബിൾ വായിക്കണം. സാധിക്കുന്നവരൊക്കെ കർത്താവിന്റെ കൽപ്പനകള്, നിയമാവർത്തന പുസ്തകം, അതോടൊപ്പം തന്നെ 28-ാം അധ്യായമൊക്കെ ഒന്ന് ശരിക്കും വായിക്കണം. അതോടൊപ്പം തന്നെ കർത്താവിന്റെ കൽപ്പനകളും വചനങ്ങളും ഒക്കെ ധ്യാനിക്കുക. ജെറമ്യാ പ്രവാചന പുസ്തകം സമയം പോലെ വായിക്കുക. വിലാപങ്ങളുടെ പുസ്തകം സമയം പോലെ വായിക്കുക. ബാറൂക്കിന്റെ പുസ്തകം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പുസ്തകമാണ് ബാബിലോൺ പ്രവാസവും ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ഒക്കെ പശ്ചാത്തലവും ഒക്കെ. അതൊക്കെ വായിച്ച് കൂടുതൽ കരുത്തുള്ളവരാക്കി മാറാനും നമ്മെ വിശുദ്ധീകരിക്കാനൊക്കെ നമുക്ക് ഇവിടെയാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട മക്കളെ. വീണ്ടും അച്ഛൻ പറയാണ്, ഒത്തിരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പങ്കെടുക്കാത്ത മക്കള് പങ്കെടുക്കാൻ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തണം. അനേക മക്കളെ പറഞ്ഞു വിടണം. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി നമ്മൾ പ്രകടമാകണം. അതോടൊപ്പം വിടുതൽ. നമ്മുടെ ധ്യാനത്തിന്റെ പേരെന്താണ്? ശക്തീകരണ വിടുതൽ ധ്യാനം. നമുക്കുള്ള ശക്തി, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി, അത് നമ്മൾ സ്വന്തമാക്കണം. മാത്രമല്ല, നമ്മൾ കണ്ടില്ലേ, പേട്യാർ ദേശത്തിന്റെ ദൂതൻ, പല ദൂതന്മാരുണ്ട് നമ്മൾ തടസ്സപ്പെടുത്തുന്നത്. അതേതെന്നൊക്കെ കണ്ടെത്തി മനസ്സിലാക്കി അവന്റെ ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞു. വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ മാലാഖമാരുടെയൊക്കെ ശക്തമായ ഇടപെടലും നമുക്ക് വേണ്ടി യുദ്ധമേറ്റെടുത്ത് ദൂതന്മാരെ പരാജയപ്പെടുത്തുന്ന സ്വർഗത്തിന്റെ സഹായമൊക്കെ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ ധ്യാനങ്ങളും ശുശ്രൂഷകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മീഡിയ മിനിസ്ട്രി ഒക്കെ. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അടുത്ത ധ്യാനം 19 മുതൽ 21 വരെയും 26 മുതൽ 28 വരെയുമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങും, ഞായറാഴ്ച വൈകിട്ട് അവസാനിക്കും. നമ്മുടെ ബുക്കിംഗ് നമ്പറൊക്കെ 920 എന്ന നമ്പറാണ് ബുക്കിംഗ്. നമ്മൾ അത് എഴുതി കാണിക്കുന്നുണ്ട് അടിയിൽ. പിന്നെ അതിനുശേഷം വീഡിയോയുടെ അവസാനം ഒരു പോസ്റ്ററും നമ്മുടെ ബുക്കിംഗ് നമ്പറൊക്കെ ഉണ്ട്. 2ാമത്തെ നമ്പറാണ് അച്ഛൻ്റെ നമ്പർ, 9846218133. അച്ഛൻ്റെ പേഴ്സണൽ നമ്പറാണ്. നിങ്ങൾ അച്ഛന് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിടുക. ഫോൺ വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മക്കളെ. മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥവും സാന്നിധ്യവും സഹായവും നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. കിരുത്തനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ
തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ ആചരണകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ജനങ്ങളെ, സഭയെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ, വെഴുതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. ദിവ്യാനീശോയെ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവെ, ഒത്തിരിയേറെ അരൂപികള്, സ്വാധീനങ്ങള്, ആഭിചാരി, മന്ത്രവാദം, കൂടോത്രം, ഹലാല് ഭക്ഷണത്തിന്റെ വശീകരണ ഇസ്ലാമിക യന്ത്രങ്ങളുടെ ഒത്തിരി സ്വാധീനത്തിന്റെ വലയത്തില് കുടുങ്ങിപ്പോയ മക്കളെ അറിയണം. അതൊക്കെ ഒത്തിരി അറിയപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഈശോയെ. ഞങ്ങളുടെ മക്കളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കണം കർത്താവെ. അങ്ങല്ലാതെ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ ആരാ ഉള്ള ഈശോയെ? അങ്ങനത്തെ രക്തം കൊണ്ട് കോട്ട കെട്ടുന്ന ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും ഒരു തിന്മയുടെ സ്വാധീനങ്ങളും ഒരു ശക്തിയും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ബിസിനസ്സിനെ, ഞങ്ങളുടെ പഠനത്തെ, ഞങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്താൻ പാടില്ല. അറിയോ മക്കളെ, ദിവസം ഒത്തിരിയേറെ പഠിക്കുന്ന മക്കളുടെ പഠനം മുടങ്ങിപ്പോയ ചില അഭിചാര്യ ഇസ്ലാമിക വശീകരണ നശീകരണ പ്രവൃത്തികളെ കുറിച്ചൊക്കെ കേൾക്കാനും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അച്ഛനറിയാം കുറെ കേൾക്കാനിടയും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ, അവരുടെ പഠനത്തെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പാടില്ല. നല്ലപോലെ പഠിച്ചുകൊണ്ട് പോയ മക്കളെ ഈ ഇസ്ലാമിക വശീകരണ ശക്തികൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ ഒത്തിരി സംഭവങ്ങൾ ലൗകികാതെ നമുക്കറിയാം. നമുക്കിതിനെതിരെ ഒന്നും ചെയ്യാനില്ല. പ്രാർത്ഥിക്കണം, നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം മക്കളെ. അതിനുവേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കർത്താവിൽ നിന്ന് ഈ ശക്തമായ സംരക്ഷണം വാങ്ങിച്ച് ഇതുപോലെ അടിമപ്പെട്ടു പോയ മക്കളെ വിടുവിക്കുകയും നമ്മുടെ ഒരു മകനും ഒരു മകളും ഒരു തിന്മയ്ക്കും, ഒരു ആഭിചാരത്തിനോ, ഒരു വശീകരണ യന്ത്രത്തിനോ, ഒരു ദുഷ്ടാരൂപിക്കോ, ഒരു എതിർ ക്ഷുദ്ര പ്രവർത്തിക്കോ, ഒരു എതിർ പ്രാർത്ഥനയ്ക്കോ തൊടാൻ പാടില്ല, പറ്റരുത്. അതുപോലെ പൊതിഞ്ഞു പിടിക്കുക നമ്മുടെ മക്കളെ. നമ്മുടെ ദിവ്യകാരുണ്യ യാത്ര ഞാൻ ഈ ദിവസങ്ങളൊക്കെ 12-ാം തീയതി വെള്ളിയാഴ്ചയാണോ, 12-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നമ്മുടെ യുവജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ദിവ്യകാരുണ്യ യാത്ര വയ്ക്കുന്നുണ്ട്. രാത്രി ഒരു 7 മണി മുതൽ 12 മണി വരെ രാത്രി. പിന്നെ 13-ാം തീയതി നമ്മുടെ 2-ാം ശനി കൺവെൻഷനാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെ അതിന് പറഞ്ഞു വിടണം. യൂത്തിന്റെ ഒക്കെ ഒരു മിനിസ്റ്റർ അച്ഛൻ പറഞ്ഞു, യൂത്തിന്റെ ഒരു എന്താ പറയുക ബാൻഡും ഒരു കൂട്ടായ്മയും പ്രാർത്ഥനയൊക്കെ നമുക്ക് തുടങ്ങണം. ഇതാനിൽ ഫാസ്റ്റിംഗ് പ്രയറോട് കൂടി യുവജനത്തിന്റെ ശക്തമായൊരു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞു, ഇത് പങ്കെടുക്കുന്ന യുവമക്കള് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒരുമിച്ച് വാ, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. കാരണം തിന്മ അതിശക്തമാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണം, തിന്മയ്ക്കെതിരെ പോരാടണം. ഈശോയെ, അങ്ങ് തന്ന ഒരു ശുശ്രൂഷയാണിത്, അങ്ങ് തന്ന ഒരു സന്ദേശമാണിത്, അങ്ങ് തന്ന ദൗത്യമാണിത്. അങ്ങ് തന്നെ ഏറ്റെടുക്കണം കർത്താവേ. അങ്ങ് തന്നെ അങ്ങയുടെ മക്കളെ കൂട്ടിച്ചേർക്കണം കർത്താവേ. അങ്ങ് തന്നെ നയിക്കണം. ഞങ്ങൾ വെറും ഉപകരണങ്ങൾ കർത്താവേ. അങ്ങയുടെ ശക്തി പ്രകടമാക്കി ഞങ്ങളെ അവിടുന്ന് ഉപകരണങ്ങളാക്കി ഉപയോഗിക്കണമേ. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക്, അനേകം മക്കളുടെ വിമോചനത്തിന്, അനേകം മക്കളെ സംരക്ഷിക്കപ്പെടുന്നതിന്, ഒരു മകനും മകൾ വീണ് പോകാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ശുശ്രൂഷയെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഈ ദാനിയിൽ ഫാസ്റ്റിംഗ് പ്രയറിനെയും കാർമൽ മീഡിയ മിനിസ്ട്രിയെയും ഞങ്ങളുടെ ദിവ്യകാരുണ്യ യാത്രകളെയും എല്ലാ ശുശ്രൂഷകളെയും ധ്യാനങ്ങളെയും ഒന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യാനുസന്നതിയിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങളും സമർപ്പിക്കാം. ഒരു നിമിഷം കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും മക്കളെ. ഒത്തിരി വലിയ ശുശ്രൂഷകൾ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ആലയത്തിലൂടെ. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾ പങ്കുചേരുക, നിങ്ങൾ കടന്നു വരിക, നിങ്ങൾ സഹായിക്കുക, നിങ്ങൾ ഒരുമിച്ച് കൂടുക. നിങ്ങളല്ല, നമ്മളൊരു ടീമാണ്, ഒരു കൂട്ടായ്മയാണ്, കുടുംബമാണ്, ഒരേ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കർത്താവേ, ഈ കൂട്ടായ്മയെ അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാറ്റം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഓ കർത്താവേ, ഈ ആശീർവാദ സമയത്ത് അങ്ങയുടെ ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്ന് എല്ലാ മക്കളിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ട് ഈ മക്കൾ ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളെയും ആ നിയോഗങ്ങളെയും അങ്ങയുടെ ശക്തി പ്രകടമാക്കി അനുഗ്രഹിക്കണമേ. നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ച ആശീർവാദം സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഒത്തിരി നന്ദി പറയുന്നു. വലിയ വിടുതലും വലിയ സ്വാതന്ത്ര്യവും വലിയ ശക്തിയും പ്രകടമാക്കി ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിനെ അങ്ങ് നയിക്കുന്നതിനെ ഓർത്ത് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മക്കൾക്ക് അത് അനുഭവവേദ്യമാകത്തക്ക വിധം കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം, അങ്ങയുടെ പ്രവൃത്തി, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും മേഖലകൾക്കും അനുഭവവേദ്യമാക്കണമേ. ആമേൻ. ഈശോയേ.